ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഹൈ പോയിന്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പോർച്ചുഗീസും ഡച്ചുകാരെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ ഒരു ഓർഡറിൽ തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് യൂറോപ്യന്മാരുടെ ആധിപത്യത്തെ പറ്റി പറയപ്പെടുന്ന ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോ ആണെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നത്തെ ഈ പ്ലേലിസ്റ്റിലുള്ള യൂറോപ്യന്മാരുടെ ആഗമനം എന്നുള്ള പ്ലേലിസ്റ്റിലുള്ള മുന്നത്തെ 2 ക്ലാസ്സുകളും കൂടി, അതായത് ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും കുറിച്ച് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എന്തും അവിടെ നിന്നും പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നല്ലത് അത് അതിൻ്റേതായൊരു ഓർഡറിൽ പഠിക്കുന്നതാണ്. കാലഗണനയ്ക്ക് അനുസരിച്ച് പഠിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ ഒരു വിഷയം മാത്രമല്ല കേട്ടോ, വേറെ ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും ഒരു ഓർഡറിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ടോപ്പിക്ക് വൈസോ അല്ലെങ്കിൽ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിലോ ഏതെങ്കിലും ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും എപ്പോഴും നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കാൻ പോണേ? ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്. നമുക്കറിയാം, വേറെ ഏത് വിദേശ ശക്തികളെക്കാളും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനങ്ങളും മാറ്റങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിച്ച ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ. കച്ചവടക്കാരായിട്ട് വന്നിട്ട് ഇവിടുത്തെ ഭരണാധികാരികളായി നമ്മളുടെ പല കാര്യങ്ങളിലും എന്താ പറയുക, കൂടുതൽ നെഗറ്റീവ്സാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഉണ്ടായി. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ ചെയ്ത ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർ കേരളത്തിലേക്ക് എത്തുകയും കേരള ചരിത്രത്തിലുണ്ടായ സ്വാധീനങ്ങളും കേരള ചരിത്രത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുക. എന്നാൽ ഇന്ത്യയുടെ ചരിത്രം ആധുനിക ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരെ പറ്റിയും അവരുടെ ഇൻഫ്ലുവൻസുകളും അവർ ചെയ്ത കാര്യങ്ങളും ഏർപ്പെട്ട ട്രീറ്റുകളും യുദ്ധങ്ങളും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കും. ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാരണം അവരുടെ കോൺട്രിബ്യൂഷൻസ് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കുറച്ചധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട. എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യമേ തന്നെ ഓർത്തിരിക്കേണ്ട ഒരാളാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന് പറഞ്ഞിട്ട്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? കേരളത്തിൽ ആദ്യം വന്ന ഇംഗ്ലീഷുകാരൻ. ഓക്കെ, കടൽ മാർഗം ഒക്കെ കേരളത്തിൽ ആദ്യം വന്ന ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം ആർത്തിനെയാണ് ഒന്നാമത്തെ ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. അപ്പോൾ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ നടന്ന് നയിക്കുന്ന ആൾ അല്ലേ, അദ്ദേഹമായിരിക്കും ഗൈഡ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യം വന്ന ഇംഗ്ലീഷുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്? മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. ഇതിന് തുടരെ ഇംഗ്ലീഷ് ഈ ട്രേഡേഴ്സും കച്ചവടക്കാരും ഒക്കെ കേരളത്തിൽ എത്തുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തുന്നതിന് പ്രധാനിയായിരുന്നു ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. അപ്പോൾ കേരളത്തിൽ ആദ്യം വന്ന ഇംഗ്ലീഷുകാരനാണ്. ഇദ്ദേഹം എവിടെയാണ് വന്നത്? കൊച്ചിയിലാണ് വന്നത്. മറ്റുള്ളവരൊക്കെ എവിടെയാണ് വന്നത്? ഇതിക്ക് മുന്നുള്ള ആൾക്കാരൊക്കെ കോഴിക്കോടാണ് വന്നത്. എന്നാൽ മാസ്റ്റർ റാൽഫ് ഫിച്ച് വന്നത് കൊച്ചിയിലാണ്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ലണ്ടനിൽ സ്ഥാപിക്കുന്നതിന് മുമ്പേ തന്നെ വന്നു. അപ്പോൾ 1600 ഓർത്ത് വയ്ക്കാൻ കുറച്ച് എളുപ്പമുള്ളൊരു ഇയറാണ് 1600. അപ്പോൾ 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം കേരളത്തിൽ വന്നു. അതുകൊണ്ടാണ് ആദ്യം വന്ന ഇംഗ്ലീഷുകാരൻ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ അതിനെപ്പറ്റി അതിൻ്റെ ആദ്യകാല പേര് ഒന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ആദ്യകാല പേര് ഓർമ്മയുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ്. ഓക്കെ, ക്യാപ്റ്റൻ കീലിംഗ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മാസ്റ്റർ റാൽഫ് ഫിച്ച്, പിന്നെ പഠിക്കേണ്ട ആളാണ് ക്യാപ്റ്റൻ കീലിംഗ്. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രതിനിധിയായി വ്യാപാര ആവശ്യത്തിനായി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി രൂപീകരിച്ചതിന് മുന്നേ വന്ന ആളാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. രൂപീകരിച്ചതിന് ശേഷം കമ്പനിയുടെ പ്രതിനിധിയായി വ്യാപാര ആവശ്യത്തിനായി കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി രൂപീകരിക്കുന്നതിന് മുന്നേ വന്ന ആളാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അതുകൊണ്ടാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. ഈ ക്യാപ്റ്റൻ കീലിംഗ് എന്ന് പറഞ്ഞ ആൾ എന്താ? ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി രൂപീകരിച്ചതിന് ശേഷമായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ട്
വ്യാപാര ആവശ്യത്തിനായി കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ. അങ്ങനെ എടുത്തു ചോദിക്കുമ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ കീലിംഗ് ആണത് എന്ന് പറയാം. ഇദ്ദേഹം വന്നത് കോഴിക്കോടാണ്. നോക്കൂ, റാൽഫ് ഫിച്ച് വന്നത് കൊച്ചിയിലാണ്. എന്നാൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ കീലിംഗ് വന്നത് 1615 കോഴിക്കോടാണ്. 1615 കോഴിക്കോട്. ഓക്കെ, ഇത് നിങ്ങൾ പലരും പല സാഹചര്യത്തിൽ ഇരുന്നിട്ടായിരിക്കുമല്ലോ ഈ ക്ലാസ് കേൾക്കുക. ചിലർ വളരെ കാര്യമായിട്ട് ഇരുന്ന് വീട്ടിലിരുന്ന് ഈ ക്ലാസ് ഫോണിൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ തീർച്ചയായും ഒരു ബുക്ക് എടുത്ത് വെച്ച് ഈ നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് ഓരോ നോട്ട് 3 പ്രാവശ്യമൊക്കെ വായിച്ച് എഴുതുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് പലവിധ ജോലികൾ ചെയ്യുന്നതിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ജോലിക്കാരാണെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒക്കെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക, വളരെ ശ്രദ്ധയോടെ കേൾക്കുക മാത്രം ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധയോടെ അത് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് നോക്കാൻ സാധിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കാണുവാണെങ്കിൽ തീർച്ചയായും ഓരോ പോയിൻറ്റ്സും 3 പ്രാവശ്യമെങ്കിലും വായിക്കുക. വളരെ ശ്രദ്ധയോടെ 3 പ്രാവശ്യമെങ്കിലും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത് വായിക്കാനൊന്നും സാധിക്കില്ല, കേൾക്കുക മാത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ പലവട്ടം കാണുക. അതാണ് അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കാര്യം. നമ്മൾ ഇത് ഉറപ്പിക്കുന്ന എന്താണോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അതൊക്കെ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു സ്വപ്നം വളരെ വിദൂരത്ത് തന്നെ നിൽക്കും. വീട്ടിൽ ഇരുന്ന് PSC പഠിക്കുന്ന കുട്ടികൾ, യൂട്യൂബൊക്കെ നോക്കി പഠിക്കുന്ന കുട്ടികൾ കിടന്ന് ഫോൺ ഇങ്ങനെ മുന്നിൽ പിടിച്ചൊന്നും കാണാതിരിക്കുക. കിടന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാണ് അത് ഉറക്കത്തിലേക്കും മയക്കത്തിലേക്കും ശ്രദ്ധ തിരിഞ്ഞു പോകാനൊക്കെ കാരണമാവും. അത് ഫോൺ നമ്മൾ വെച്ച് ഒരു ബുക്ക് നമ്മുടെ മുന്നിൽ വെച്ച് എഴുതിയെടുത്ത് പഠിക്കുന്നതിനേക്കാളും ഓർമ്മയിൽ നിൽക്കാൻ വേറെ ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ജോലി കിട്ടുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ എന്തിനേയും സമീപിക്കണം. ഇനി ഇദ്ദേഹം വന്ന് സാമൂതിരിയായിട്ട് ആരാണ് വന്നത്? ക്യാപ്റ്റൻ കീലിംഗ് വന്നിട്ട് സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പിച്ചു. ഇപ്പോൾ കോഴിക്കോട് സാമൂതിരിമാരാണ്. അപ്പോൾ കോഴിക്കോട് വന്നു, സാമൂതിരിയുമായിട്ട് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അദ്ദേഹം വന്നത് 3 കപ്പലുകളായിട്ടാണ് വന്നത്. ഈ 3 കപ്പലുകളും 3 കപ്പലുകളായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ലാഭമുണ്ട്. ഈ വാസ്കോ ഡ ഗാമയൊക്കെ ഇവിടെ വന്ന് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം ആ ഒരു ജേണിയിൽ, അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാളും 10 മടങ്ങ്, അതായത് എത്രയോ മടങ്ങ് ലാഭമാണ് ഇവിടുത്തെ കച്ചവട സാധനങ്ങൾ അദ്ദേഹം യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റേന് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്ന് പറയുന്ന പോലെ തന്നെ ഈ വന്ന എല്ലാവരും ലാഭം മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ കൂടെ, ക്യാപ്റ്റൻ കീലിങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സർ തോമസ് റോ. ഇദ്ദേഹം ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട് ജഹാംഗീറിനെ സന്ദർശിക്കുക. അപ്പോൾ ജഹാംഗീർ ആരാണ്? ജഹാംഗീർ മുഗൾ രാജാവാണല്ലേ. അദ്ദേഹത്തിൻ്റെ ദർബാറിലേക്ക് ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട് പോയ ആളാണ് സർ തോമസ് റോ. ഓക്കെ, ഇനി നമ്മുടെ ഇതിൻ്റെ ഇടയിൽ വേറൊരു പോയിന്റ് പറയുകയാണ്. കേരള ചരിത്ര രേഖകളിൽ ഈ വിദേശ ശക്തികളെ എങ്ങനെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്? ഏത് വാക്കുകളിലൂടെയാണ് റെഫർ ചെയ്ത്? കേരള ചരിത്രത്തിലാണ് കേട്ടോ. കേരള ചരിത്രം, ഈ രാജകുമാരുടെയൊക്കെ അവിടെ ദർബാറിലും അല്ലാതെ അവരുടെ പല എഴുത്തുകളിലും എങ്ങനെയാണ് ഈ വിദേശ ശക്തികളെ പറയുന്നത്? ഇനി ഇംഗ്ലണ്ടുകാരെ, അതായത് ഇംഗ്ലീഷുകാരെ വിളിക്കുന്നത് ഷീമ എന്നാണ്. അതായത് ഷീമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരാണ്. ഇനി പറങ്കികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് പറങ്കികൾ. ലന്താക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ്. പരന്ത്രീസുകാർ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരെയാണ്. ഈ ഫ്ര എന്ന് പറയുന്ന ഈ ഒരു ചിഹ്നം ദ്ര എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ദ്രി എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പരന്ത്രീസുകാർ, ഡച്ചുകാർ ലന്താക്കാരാണ്. പറങ്കികൾ പോർച്ചുഗീസ്. പറങ്കി മാവ് എന്ന് കേട്ടില്ലേ? അതായത് കശുമാവ് കൊണ്ടുവന്നതാരാണ്? പോർച്ചുഗീസുകാരാണ്. അങ്ങനെ ഓർക്കുക. ഷീമ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോകുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അത് സ്പീഡിൽ പോകുന്നതൊന്നുമല്ല, മറിച്ച് ഇത് നമുക്കൊരു ഇച്ചിരി വലിയ വീഡിയോ ആയിരിക്കും. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാം? സെറ്റിങ്സിൽ പോയിട്ട് ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് എന്തുണ്ട്? സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യാം? സ്പീഡ് കുറച്ചോ കൂട്ടിയോ ഒക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതുകളൊക്കെ ഉപയോഗിക്കുക, സൗകര്യങ്ങൾ ഉപയോഗിക്കുക.
ഇനി കേരളത്തിൽ ഇംഗ്ലീഷുകാർ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത്, നമുക്കറിയാം യൂറോപ്യൻസിൽ ആദ്യമായിട്ട് പണ്ടകശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇംഗ്ലീഷുകാർ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ് കേട്ടോ. 1644 വിഴിഞ്ഞത്താണ്. അതൊരു വ്യാപാര കേന്ദ്രം എന്നാണ് ഈ പണ്ടകശാലയുടെ അർത്ഥമുള്ളൂ. അപ്പോൾ അതെവിടെ സ്ഥാപിച്ചത്? ബ്രിട്ടീഷുകാരുടെ പണ്ടകശാല കേരളത്തിൽ ആദ്യമായിട്ട് വന്നത് വിഴിഞ്ഞത്താണ് 1644. ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിലോ അത് സൂററ്റിലാണ് കേട്ടോ. സൂറത്ത് ഇന്നും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ് അല്ലേ സൂററ്റ്. അപ്പോൾ ആദ്യമേ തന്നെ ഇന്ത്യയിലെ ഒരു ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച ഒരു വാണിജ്യ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൂറത്തിലാണ് കേട്ടോ. സൂറത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ എന്തിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കേണ്ട ആവശ്യം വന്നതെന്ന് ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായിട്ടും ജോലിക്കാരായിട്ടും ഒക്കെ ഇന്ത്യയിൽ വന്ന ആളുകൾ എങ്ങനെയാണ്, അവർക്കറിയാം ഇന്ത്യയിൽ റിച്ച് റിസോഴ്സസ് ആണ്. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ യൂറോപ്പിൽ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്മഗിൾ ചെയ്ത് ഒക്കെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇച്ചിരി നിയമത്തിൽ നിന്ന് മാറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വേറെ റെഗുലേഷൻ രീതിയിലുള്ള ഒരു ആക്റ്റുകളും നിയമങ്ങളൊന്നും ഇല്ല. അപ്പം ഒരുപാട് ആളുകൾ ഈ കൈക്കൂലി വാങ്ങുന്നതിലും അല്ലെങ്കിൽ അവർക്ക് ഈ കമ്പനിയുടെ ലൈസൻസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള പല സൗകര്യങ്ങളും ഉപയോഗിച്ച് അല്ലെങ്കിൽ അധികാരങ്ങളും ഉപയോഗിച്ച് അവർ വ്യക്തിപരമായിട്ടുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെടുകയും പല രീതിയിലുള്ള വ്യാജ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഇന്ത്യയിൽ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെഗുലേറ്റിംഗ് ആക്റ്റുകളും ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന പല രീതിയിലുള്ള ആക്റ്റുകളും നിയമങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അത് അത്ര അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കുക, അതല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളോ റെഗുലേറ്റിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ജോലിക്കാർ, അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനീനെ അങ്ങനെ തന്നെ ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കീഴിലേക്കും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്കും കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. അങ്ങനത്തെ ആദ്യത്തെ നിയമമാണിത്, റെഗുലേറ്റിംഗ് ആക്ട് 1773. അത് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുന്നത്. 1695 ഇത് പണി കഴിക്കുന്നത് കേട്ടോ. 1695 ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ലഭിച്ച സ്ഥലത്ത് ഇംഗ്ലീഷുകാർ സ്ഥാപിച്ച കോട്ടയാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട എന്ന് പറയുമ്പോൾ, അഞ്ചുതെങ്ങ് കോട്ട നമുക്കറിയാം തിരുവിതാംകൂറിലാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട ഇംഗ്ലീഷുകാരാണ് പണി കഴിപ്പിച്ചത്. ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ലഭിച്ച സ്ഥലത്താണ്. ഇത് കോട്ട കെട്ടാനുള്ള അനുമതി 1960 ലഭിക്കുകയും 1690 കോട്ട കെട്ടാനുള്ള അനുമതി ഇംഗ്ലീഷുകാർക്ക് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ലഭിച്ചത് കേട്ടോ. പശ്ചിമതീരം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇന്ത്യയുടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസ്റ്റേൺ സൈഡിലുള്ള തീരം ഉണ്ടല്ലോ, അതായത് പടിഞ്ഞാറേ സൈഡിലുള്ള തീരം, കടൽ തീരം. ഈ പശ്ചിമ തീരത്ത് ബോംബെ കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതം എവിടെയാണ്? ഈ അഞ്ചുതെങ്ങ് കോട്ട ആണ്. ഈ സമയത്ത് വേണാട് രാജാവ് ആരായിരുന്നു? രവിവർമ്മയാണ്. അപ്പം അഞ്ചുതെങ്ങ് കോട്ട ഇംഗ്ലീഷുകാർ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ലഭിച്ച അനുമതി പ്രകാരം 1995 നിർമ്മിക്കുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ 1995 ഇത് പണി കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ വേണാട് രാജാവ് രവിവർമ്മയാണ്. ഇതിന് ശേഷം അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്തിനോട് അനുബന്ധിച്ച് തന്നെ ഉണ്ടായ കലാപമാണ് 1695 അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലീഷുകാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചതാണ് ഇതിന് കാരണം. ഓക്കെ, ആറ്റിങ്ങൽ റാണി എന്താ? ആറ്റിങ്ങൽ റാണിക്ക് ഇംഗ്ലീഷുകാർ ഒരുപാട് പാരിതോഷികങ്ങൾ നൽകുന്നുണ്ട്. ഈ ബ്രിട്ടീഷുകാരൊക്കെ മെയിനായിട്ട് ഇവിടെ ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് എന്താണ് നമ്മളുടെ ഒരു സാഹചര്യത്തെ പല രീതിയിലും അവർ വളരെ പരമായിട്ട് തന്നെ, ബുദ്ധിയോ എന്നൊക്കെ നമുക്ക് പറയാം, അവർ പല സൗജന്യങ്ങളും ഇവിടെ പല സൗകര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുക്കുക. ഇവിടുത്തെ റൂളേഴ്സിന് ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം തൊട്ടപ്പുറത്ത് എടുക്കുന്ന നാട്ടുരാജാവായിട്ട് എന്തെങ്കിലും രീതിയിലൊരു കശപിശ ഉണ്ടാവും. അപ്പോൾ അതിനെ മുതലെടുക്കുക, ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുക. ഇവരുടെ പാരിതോഷികങ്ങൾ സ്വീകരിക്കാത്ത, ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളിൽ എത്താത്ത
ഭരണാധികാരികളുടെ എതിർ ഭരണാധികാരികൾ ഉണ്ടാവുമല്ലോ, അവരെ പോയി കണ്ട് അവരെ എന്താ പറയുക മിലിറ്ററി ആയിട്ടുള്ള സപ്പോർട്ടുകൾ, സൗജന്യങ്ങൾ, ഒരുപാട് പാരിതോഷികങ്ങൾ ഇതൊക്കെ നൽകി അവരുടെ ഭാഗത്ത് നിന്ന് ഈ എതിരായിട്ടുള്ള രാജാവിനെ തോൽപ്പിക്കുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവർ ഏർപ്പെടുന്നത്. അങ്ങനെയാണ് ഈ 100 പേര് 200 പേരൊക്കെ ആയിട്ട് വരുന്ന ഇവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഇതുപോലെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിനെ പിടിച്ചെടുക്കാൻ കഴിയുന്നത്? ഇവർ നമ്മുടെ വാൾണറബിലിറ്റീസ്, നമ്മളുടെ ബലഹീനതകളെയാണ്, പല രീതിയിലുള്ള ബലഹീനതകളെയാണ് ഇങ്ങനെ ഇവർ എന്ത് ചെയ്തത്, മുതലെടുത്തത്. ഓക്കെ, അതിലൊന്നാണ് ഈ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഒരുപാട് സൗജന്യങ്ങൾ അനുവദിക്കുകയാണ്. ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ട്രേഡ് ചെയ്യാം, പണ്ടകശാല നിർമ്മിക്കാം. ഈ ഇംഗ്ലീഷുകാർ തീരുമാനിക്കുന്ന വിലയ്ക്ക് കർഷകർ ഇവർക്ക് ഗുഡ്സ് അതല്ലെങ്കിൽ എന്താ വിളകൾ വിൽക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും ജനങ്ങൾ പൊറുതിമുട്ടും അല്ലേ. അതുപോലെ തന്നെ റാണിക്ക് അത്രയും നാൾ വരെ റാണിയുടെ അടുത്ത് നിന്നിരുന്ന, വളരെ അടുപ്പത്തോടു കൂടി നിന്നിരുന്ന ആളുകൾക്കൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ എന്താണ് ഈ കലാപത്തിന് കാരണമായിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് കുരുമുളക് വിൽക്കണം. നാട്ടുകാർ വളരെ രോഷാകുലരായി. സ്വാഭാവികമായിട്ടും 1697 അഞ്ചുതെങ്ങ് ഫാക്ടറി എന്ത് ചെയ്തു, ആക്രമിച്ചു. 1697 എനിക്ക് എന്താണെന്നറിയില്ല, വർഷങ്ങൾ വായിക്കുമ്പോൾ തെറ്റ് വരുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. 1697. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ ഒബ്വിയസ്ലി ഈ ആറ്റിങ്ങൽ റാണി ചെയ്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നാട്ടുകാരൊക്കെ, കർഷകരും അല്ലാത്ത ആളുകളൊക്കെ എന്താണ് ആറ്റിങ്ങൽ റാണിക്ക് എതിരായിട്ടും ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടും ഒക്കെ തിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വന്നതാണ് ആറ്റിങ്ങൽ കലാപം 1721. ഈ ആറ്റിങ്ങൽ കോട്ടയൊക്കെ കെട്ടി ഇമ്മീഡിയറ്റ്ലി ഉണ്ടായൊരു സംഭവമല്ല ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721. അപ്പോൾ ഇത് ആലോചിച്ചിരിക്കുക, ഈ 2021 ആയിപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിന് എത്ര വർഷമായി എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ചരിത്രത്തിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വർഷമെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പരീക്ഷകളിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് 2024 75 വർഷം ആയ 75ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിച്ച അല്ലെങ്കിൽ ആചരിച്ച ചരിത്ര സംഭവം ഏത് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആണ്. അപ്പോൾ ഈ വർഷം പഠിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721. ഇത് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ കേരളത്തിലുണ്ടാവുന്ന ആദ്യത്തെ അസംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുണ്ടാകുന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇതിനകത്ത് നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കുന്നില്ല എന്നുള്ളൂ. കേരളത്തിൽ നടന്ന കലാപങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേരള റവല്യൂഷൻ പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. ഇനി അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് വ്യാപാരികൾ ഗിൽഫോർഡിൻ്റെ കീഴിൽ കലുഷിത പ്രവർത്തനങ്ങളാലും മോശം പെരുമാറ്റത്തിലാണ് ജനങ്ങളെ ശത്രുക്കളാക്കി. ഒരു സൈഡിൽ ആറ്റിങ്ങൽ റാണി എന്തെന്നില്ലാത്ത സൗജന്യങ്ങളാണ് ഇംഗ്ലീഷുകാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോ ഇംഗ്ലീഷ് വ്യാപാരികൾ മാന്യമായിട്ട് ഇടപെടുന്നുണ്ടോ? ഇല്ല. ഇംഗ്ലീഷുകാർ ഒരു വിദേശ ശക്തിയാണല്ലേ. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരോട് നമ്മൾ മര്യാദയ്ക്ക് പെരുമാറില്ലേ, ആ വീട്ടിലുള്ളവരും ആ വന്നവരെ മര്യാദയ്ക്ക് സ്വീകരിക്കും എന്ന് പറയണത്. അത് അങ്ങനത്തെ ഒരു മര്യാദയൊന്നും ഇംഗ്ലീഷുകാർ കാണിച്ചില്ല. ഇവിടെ വന്നിട്ട് നമ്മളെ അവർ അവർക്ക് കീഴ്പ്പെട്ട ആൾക്കാരായിട്ടും അത്ര എന്താ പറയുക അൺസിവിലൈസ്ഡ് ആയിട്ടൊക്കെ കണ്ടതുകൊണ്ട് ഇവിടെ അവർ മര്യാദയ്ക്കൊന്നും പെരുമാറിയിട്ടില്ല. എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും ഇംഗ്ലീഷുകാരുടെ ഒരു ഇൻഫീരിയറായിട്ട്, അവർക്ക് കീഴെയുള്ള ആൾക്കാരായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വ്യാപാരികൾ ഈ ഗിൽഫോർഡ് എന്ന് പറഞ്ഞ ആളുടെ കീഴിൽ വളരെ വൃത്തികെട്ട പെരുമാറ്റവും അതുപോലെ തന്നെ കശപിശകളിലും ഒക്കെ ഏർപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ അവർക്കെതിരായി. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന സംഘടിതമായ ആദ്യത്തെ കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അസംഘടിതമായ കലാപം അല്ലെങ്കിൽ ആദ്യത്തെ കലാപം എന്നൊക്കെ പറഞ്ഞാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, നോക്കിയേ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇംഗ്ലീഷുകാരുടെ ഒരു രീതി എന്താണ്? അവർ വിലപ്പെട്ട പാരിതോഷികങ്ങളൊക്കെ നൽകി ആറ്റിങ്ങൽ റാണിയെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു. ഇവിടെയുള്ള റൂളേഴ്സും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ ഒരു പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ ഒരു സമ്പൽ സമൃദ്ധിയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി പോന്നിരുന്ന ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുടെ പാരിതോഷികങ്ങളൊക്കെ സ്വീകരിച്ച് അവരുടെ ഒരു സംരക്ഷണമൊക്കെ പ്രതീക്ഷിച്ച് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഒരു യുഗം മറ്റേത് റൂളേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ അങ്ങ് ഇംഗ്ലീഷുകാരുടെ ഭാഗം ചേർന്ന് പോന്നു. ഇതിനകത്ത് പിള്ളമാർ എന്ന വിഭാഗം
എന്താ വളരെയധികം ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. അപ്പോൾ അവർ പോയി ഇംഗ്ലീഷുകാരോട് പറഞ്ഞു, ഞങ്ങൾ മുഖേന വേണം നിങ്ങൾ ആറ്റിങ്ങൽ റാണിക്ക് ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങൾക്ക് നേരിട്ട് പോയി കൊടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതല്ല ഇതിന് ശരിയായിട്ടുള്ള രീതി എന്ന് ആര് പറഞ്ഞു? പിള്ളമാർ പറഞ്ഞു. അതൊരു വിഭാഗമാണ്. ഈ നമ്മുടെ പോലീസ് ഫോഴ്സൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഉണ്ട്, എന്നാൽ പണ്ട് ഈ പിള്ളമാരാണ് മെയിനായിട്ട് രാജാവിൻ്റെ പോലീസ് ഫോഴ്സായിട്ടൊക്കെ എന്താ പറയുക ആക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് പിള്ളേമാർക്ക് ഇത് അത്ര വലിയ ഇഷ്ടമായില്ല ഇംഗ്ലീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത്. ഇതെന്ത് ചെയ്തു? ഗിൽഫോർഡ് അത് അനുസരിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞങ്ങൾക്കത് വലിയ കാര്യമൊന്നുമല്ല, ഞങ്ങൾ ഇനിയും പാരിതോഷികങ്ങൾ കൊടുക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ പെരുമാറുമെന്ന് ഗിൽഫോർഡ് ഒരു തീരുമാനമെടുത്തു. ഇത് നിരസിച്ചു ഈ പിള്ളമാരുടെ ഈ ഒരു ആവശ്യം. അപ്പോൾ 140 ഇംഗ്ലീഷുകാരുമായി റാണിയെ കാണാൻ പോയി. എന്ത് സംഭവിച്ചു? സ്ഥലവാസികളെല്ലാവരെയും വധിച്ചു. അപ്പോൾ ഇവർ ഈ പറയുന്ന എല്ലാ വാണിങ്ങുകളും എല്ലാ ഇതുകളും ഒക്കെ മറികടന്ന് ഇവരെന്ത് ചെയ്തു? റാണിയെ കാണാൻ പോയി. 140 ഇംഗ്ലീഷുകാർ ഇതുപോലെ തന്നെ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ആരുടെ അടുത്ത് പോയി? ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേക്ക് പോയി. ഇതൊരു കഥ പോലെ പഠിച്ചു വെക്കുക കേട്ടോ, അല്ലാണ്ട് ഇത് ഓരോ പോയിന്റുകളും കാണാപ്പാടം പഠിച്ച് ബ്രെയിനിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഹിസ്റ്ററി കേൾക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് നമുക്ക് എക്കണോമിക്സ് പഠിക്കണം, കല, സാഹിത്യം, ചരിത്രം പഠിക്കണം, സ്പോർട്സ് പഠിക്കണം, അതുപോലെ തന്നെ കണക്ക് പഠിക്കണം, ഇങ്ങനെ ജോഗ്രഫി പഠിക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ, ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു കഥ പോലെ പഠിച്ചു വയ്ക്കുക. ഇനി എന്താ, ഇവർ എല്ലാ ഇംഗ്ലീഷുകാരെയും കേട്ടോ 140 ഇംഗ്ലീഷുകാരെ എന്ത് ചെയ്തു? വധിച്ചു. അവരെന്ത് ചെയ്തു? 5 തെങ്ങ് കോട്ട ഉപരോധിച്ചു. 6 മാസത്തോളം ഉപരോധിച്ചു. അത് അന്നത്തെ കാലത്തൊരു വലിയ നേട്ടമാണ്. 6 മാസത്തോളം ഇംഗ്ലീഷുകാരുടെയൊക്കെ ഒരു ഫോഴ്സിനെ മറികടന്ന്. അപ്പോൾ ഈ ആറ്റിങ്ങൽ റാണിയും ഇതിനോട് എന്തെന്ന് പറയുക, നാട്ടുകാരെന്നാൽ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നാൽ അവരങ്ങനെ പ്രതികരിച്ചത് ശരിയാണെന്നൊന്നും ആയിരിക്കില്ലല്ലോ വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 6 മാസത്തോളം 5 തെങ്ങ് കോട്ട അവർ ഉപരോധിച്ചു. അവരുടെ കീഴിലായി, ആക്രമണകാരികളുടെ കീഴിലായിരുന്നു. ഇംഗ്ലീഷ് പട എന്ത് ചെയ്തു? തലശ്ശേരിയിൽ നിന്ന് അങ്ങ് മലബാറിൽ നിന്ന് വരേണ്ടതായിട്ട് വന്നു ഈ കലാപം അടിച്ച് അമർത്താനായിട്ട്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, ആറ്റിങ്ങൽ കലാപമാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് പോലും ഇതൊരു ചോദ്യമായിട്ട്, ഡയറക്റ്റ് ചോദ്യമായിട്ട് വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം, ആദ്യത്തെ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അത് 5 തെങ്ങ് കലാപമാണ് കേട്ടോ, ഇത് ഓർക്കണം. ഇനി ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട്, സംരക്ഷണം നൽകുന്നുണ്ട്, ഈ പാരിതോഷികങ്ങളൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട്, അപ്പം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് ഇതാണ്, 140 ഇംഗ്ലീഷുകാർ ഞങ്ങളുടെ വധിക്കപ്പെട്ടു, അപ്പം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർക്ക് കുരുമുളകിൻ്റെ കുത്തക നൽകി. ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാനൊക്കെ ഇവർക്ക് അനുമതി. പിന്നെ ഇനി എന്തായിരിക്കും? ബ്രിട്ടീഷുകാരുടെ ഒരു കൂത്തരങ്ങായിരിക്കും അവിടെ നടക്കണ്ടാവുക അല്ലേ? ഇനി എന്താ നമുക്ക് നോക്കാം എന്താണ് ഇനി സംഭവിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് കാണാം, ചരിത്രപരമായി പ്രധാനപ്പെട്ടതായിട്ട് നടന്നതാണ് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി. അപ്പം എന്നാണ് നമ്മുടെ 5 തെങ്ങ് കലാപം? 1721 ഈ വക ഇയറുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആലോചിച്ച് വെക്കണം, നിങ്ങൾ ഓർത്തിരിക്കുക തന്നെ വേണം. 1723 വേണാട് ഉടമ്പടി നടക്കുന്നത്. ബ്രിട്ടീഷുകാരും വേണാട് രാജാവുമായിട്ടുള്ള രാമവർമ്മയും തമ്മിലാണ് വേണാട് ഉടമ്പടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ യുവരാജാവും 5 തെങ്ങിലെ കമാൻഡർ ഡോക്ടർ അലക്സാണ്ടർ ഓമുമാണ് എന്ത് ചെയ്തത്? ഇതിനകത്ത് ഒപ്പുവെച്ചത്. ഇനി തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്ന് ഏറ്റു. ഓക്കെ, തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചൽ യുദ്ധമൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, കുളച്ചൽ ഒരു കോട്ട കെട്ടി കൊടുക്കാമെന്നൊക്കെ ഏൽക്കുന്നുണ്ട്. പകരം പിള്ളമാരെയും മാടമ്പിമാരെയും, അതായത് ഈ മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ ഇവിടെയുള്ള രാജാക്കന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാജാക്കന്മാർക്ക് വിദേശ ശക്തികൾ അത്ര വലിയൊരു ത്രെറ്റായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല.
ഇവർക്ക് തോന്നുന്നത് അയൽ രാജ്യത്തുള്ള ആളുകൾ, രാജാക്കന്മാർ, അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ തന്നെ ഈ അധികാരം പിടിച്ചടക്കണം എന്ന് ആഗ്രഹിക്കുന്ന പിള്ളമാർ, മാടമ്പി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയാണ് ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ശത്രുവായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിദേശ ശക്തികൾ വന്നിട്ട് ഈ ഒരു സാഹചര്യത്തെ അവർ നന്നായി മുതലെടുക്കുന്നുണ്ട്. അവർ പിള്ളമാർക്കും മാടമ്പിമാർക്കും ഒക്കെ എതിരായിട്ടുള്ളൊരു സംരക്ഷണം നൽകാം, ഇവിടെ ആ ഒരു സംരക്ഷണം നൽകാം, ഇന്ന രാജാവിൽ നിന്ന് സംരക്ഷണം നൽകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല പല ട്രീറ്റുകളിൽ ഏർപ്പെടുന്നത്. ഈ വക ട്രീറ്റുകൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരെ, ഡച്ചുകാരെ ഒക്കെ ഇങ്ങനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പതിയെ പതിയെ നമ്മുടെ സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം അവരുടെ മുന്നിൽ കാഴ്ചവെക്കുകയും ഈ ഒരു മിലിറ്ററി സപ്പോർട്ടിനേക്കാൾ ഉപരിയായിട്ട് എന്താ സംഭവിക്കുന്നത്, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ അധികാരങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും ആഭ്യന്തര കാര്യങ്ങളിലേക്കും ഒക്കെ എന്ത് സംഭവിക്കുന്നത്, ഇവർ വന്ന് ഇടപെടാനായിട്ട് ഇട നൽകുന്നത്. അപ്പോൾ നോക്ക്, ഇവിടെയും പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള എല്ലാ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേണാട് ഉടമ്പടിയിൽ എന്താണ് ഒപ്പുവെക്കുന്നത്. മാർത്താണ്ഡവർമ്മ രാജാവ് എന്താണ് ഒപ്പുവെക്കുന്നത് കേട്ടോ. ഇനി 1682 തലശ്ശേരിയിൽ പണ്ടശാല സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർക്ക് അനുവാദം കൊടുത്തത് ആരാണ്? കോലത്ത് നാട്ടിലെ വടക്കിളങ്കൂർ രാജാവ് ആണ് കേട്ടോ. 2 അത് വിട്ടേക്കു. വടക്കിളങ്കൂർ രാജാവ്. ഓക്കെ, 1687. ഇനി തലശ്ശേരി കോട്ട് നിർമ്മിച്ചത് 1708. അപ്പം ഈ വേണാട് ഉടമ്പടി വരെ നമ്മൾ തിരുവിതാംകൂറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി മലബാറിൽ എന്ത് സംഭവിക്കണേ, 1682 തലശ്ശേരിയിൽ ഒരു കച്ചവടശാല അല്ലെങ്കിൽ പണ്ടകശാല നിർമ്മിക്കാനായിട്ട് എന്താണ് ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് വടക്കിളങ്കൂർ രാജാവാണ് അത് ചെയ്യുന്നത്. ഇനി തലശ്ശേരി കോട്ട നിർമ്മിച്ച വർഷം 1708. ഇനി തലശ്ശേരി കൂടിയാലോചനകൾ എന്നാൽ എന്ത്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് തലശ്ശേരി കൂടിയാലോചനകളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം. 1725 മുതൽ 1751 വരെ കോഴിക്കോട് സാമൂതിരിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നടന്ന വ്യാപാര രേഖകളാണ് എന്ത്? തലശ്ശേരി കൂടിയാലോചനകൾ. വളരെ ഈസിയാണ്. അവർ ഇരുന്ന് കൂടിയാലോചിച്ചിട്ടായിരിക്കുമല്ലോ പല തീരുമാനങ്ങളും കച്ചവടങ്ങളെ പറ്റിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെയുള്ള കച്ചവട രേഖകൾ അല്ലെങ്കിൽ വ്യാപാര രേഖകളാണ് തലശ്ശേരി കൂടിയാലോചനകൾ. ആരൊക്കെ തമ്മിൽ? കോഴിക്കോട് സാമൂതിരി. അപ്പോൾ തലശ്ശേരി എന്ന് പറയുന്നത് തന്നെ എവിടെയാണ്? മലബാർ പ്രദേശത്താണ്. അപ്പോൾ എന്താ? കോഴിക്കോട് സാമൂതിരിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നടന്ന വ്യാപാര രേഖകളാണ് തലശ്ശേരി കൂടിയാലോചനകൾ. ഓക്കെ, നമുക്കിനി പോവാം അടുത്ത സ്ലൈഡിലേക്ക്. ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിനൊക്കെ ശേഷം നടക്കുകയാണ് 1788 മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ ആധിപത്യം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തായിട്ട് എന്ത് സംഭവിക്കുന്നു? മലബാർ റീജിയനിൽ ടിപ്പു സുൽത്താൻ്റെ ആധിപത്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കോലത്ത് നാടും കണ്ണൂരും തമ്മിൽ വളരെയധികം രാഷ്ട്രീയ വിരോധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇടപെട്ട് ഇത് ഒരു സമവായത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഭരണാധികാരി ഹൈദരാലിയെ ക്ഷണിച്ചു. അപ്പം അങ്ങനെ ക്ഷണിച്ച കണ്ണൂർ ഭരണാധികാരിയാണ് ആര്? അലി രാജ. അപ്പോൾ കണ്ണൂരിലെ ഭരണാധികാരിയുടെ പേര് അലി രാജയാണ്. അപ്പോൾ ഹൈദരാലി മൈസൂരിലെ രാജാവാണ്. അപ്പോൾ ഹൈദരാലി നോക്കുമ്പോൾ എന്താണ്? തങ്ങളുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ട്. അവർ വളരെയധികം അതിനകത്ത് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് വിരോധമുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പതുക്കെ രാജ്യം കേരളത്തിൻ്റെ ഒരു വടക്ക് ഭാഗത്തേക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വ്യാപിപ്പിക്കാം. അല്ലെങ്കിൽ കണ്ണൂരും അല്ലെങ്കിൽ കോലത്തുനാടൊക്കെ നമുക്ക് പിടിച്ചെടുക്കാനും അങ്ങനെ കേരള രാജ്യം എന്ത് ചെയ്യാം? നമുക്ക് പതുക്കെ കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കും ഒക്കെ ആര് വരുന്നുണ്ട്? ടിപ്പു സുൽത്താൻ വരുന്നുണ്ട്. നമുക്കത് കാണാം. ഇനി 1760-കളിൽ തന്നെ ഹൈദരാലി കേരളത്തിന് ആക്രമണം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം 1760-കളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലേക്ക് ആക്രമണങ്ങൾ സമയാസമയങ്ങളിൽ നമ്മൾ ഈ ഹൈദരാലിയൊക്കെ ഇവിടേക്ക് ആക്രമണം നടത്താനായിട്ടും അല്ലെങ്കിൽ യുദ്ധത്തിനായിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വളരെയധികം അതിന് ഒരു പരിധി വരെ അതിനൊരു പ്രതിരോധം തന്നിട്ടുണ്ട്. അതായത് ഒരു സമയമാകുമ്പോൾ ഇവിടെ മൺസൂൺ വരും, നല്ല രീതിയിലുള്ള മഴയുണ്ടാവും. അത് പരിചയമില്ലാത്ത ഈ മൈസൂരിൽ നിന്നൊക്കെ വരുന്ന ഭരണാധികാരികൾക്ക് പിൻവാങ്ങേണ്ടതായിട്ട് വരും, യുദ്ധം നിർത്തി പിൻവാങ്ങേണ്ടതായിട്ട് വരുന്നു.
അപ്പോൾ 1773 ആകുമ്പോൾ ഹൈദരാലി രണ്ടാമത് ആക്രമിക്കുന്നുണ്ട്. 1778 ഓക്കെ. 1778 ആകുമ്പോൾ ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കി. അതുപോലെ തന്നെ 1700 ടിപ്പു സുൽത്താൻ ആരാണ്? ഹൈദരാലിയുടെ മകനാണ്. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ മലബാർ പിടിച്ചെടുത്തു. ഓക്കെ. അപ്പോൾ ഈ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അത് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ ഒക്കെ ഇന്ത്യയുടെ മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കും. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ മലബാർ പിടിച്ചെടുത്തു. ഇനി 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. നോക്കൂ, 1800 ആയപ്പോൾ ഇവിടെ എന്താണ്, നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ വെറും ഒരു കച്ചവടക്കാരായിട്ട് മാത്രമല്ല, 1800 ആയപ്പോഴൊക്കെ മദ്രാസ് സർക്കാർ ഒരു മദ്രാസ് പ്രസിഡൻസി വന്നു. അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് റൂളിംഗ്, ഇവിടെ ഒരു എന്താ പറയുക, ഭരണത്തിൻ്റെ ഒരു സിസ്റ്റം തന്നെ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് രൂപീകരിക്കുന്നുണ്ട്. അത് പ്രകാരം പിടിച്ചെടുത്ത 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത പ്രദേശം എന്താണ്? 1800 മദ്രാസ് സർക്കാരിൻ്റെ കീഴിൽ, അതായത് മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി മാറി. ഓക്കെ. ഞാൻ ചിലപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോണ പോലെ തോന്നും. നിങ്ങൾക്ക് സ്പീഡ് കുറച്ചിട്ട് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഓടിച്ചിട്ട് കാണരുത്. ഇത് വായിച്ച് പോയി ഓടിച്ചിട്ട് കാണരുത്. കണ്ടാലുള്ള കുഴപ്പം ഇതിൻ്റെ ഇടയിൽ പറയുന്ന ചെറിയ ചെറിയ പോയിന്റുകൾ നമ്മൾ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാക്സിമം നമ്മളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് കൂടുതൽ തറയ്ക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടാവും. ഇനി കൊച്ചിയിലെ ബ്രിട്ടീഷ് ആധിപത്യം, നമ്മൾ മലബാറിൽ പഠിച്ചു. ഇനി കൊച്ചിയിലെ ബ്രിട്ടീഷ് ആധിപത്യം, അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു 1791 ഒരു ഉടമ്പടി ഉണ്ട്. അത് കൊച്ചി ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായി, അതായത് ബ്രിട്ടീഷുകാരായിട്ട് ഞങ്ങൾക്ക് ഡിസ്പ്യൂട്ടിനൊന്നും താല്പര്യമില്ല, ഞങ്ങളൊരു സാമന്ത രാജ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഒരു രാജ്യമായിട്ട് നിലനിന്നുകൊള്ളാം എന്നുള്ള രീതിയിൽ കൊച്ചി 1791 സാമന്ത രാജ്യമായി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. 1800 തന്നെ എന്ത് ചെയ്തു? കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ കീഴിൽ വരുന്നുണ്ട്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ഛൻ. നമുക്ക് തിരുവിതാംകൂറിൽ ആരുണ്ട്? തിരുവിതാംകൂറിൽ നമുക്ക് ആരുണ്ട്? വേലുത്തമ്പി ദളവയുണ്ട്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയ ആൾ. അതുപോലെ തന്നെ കൊച്ചിയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ദേശാഭിമാനിയാണ് ആര്? പാലിയത്തച്ഛൻ ദിവാനായിരുന്നു. കൊച്ചി രാജ്യത്തെ ദിവാനായിരുന്നു. അദ്ദേഹത്തിനെ നാടുകടത്തപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി തിരുവിതാംകൂറില്ല. അപ്പോൾ അതാണ് കൊച്ചി എങ്ങനെയാണ് മദ്രാസ് സർക്കാരിൻ്റെ കീഴിൽ വന്നതെന്ന് നമ്മൾ കണ്ടത്. ഇനി തിരുവിതാംകൂറിൻ്റെ ബ്രിട്ടീഷ് മേൽക്കോയ്മ എന്താണെന്ന് നോക്കാം. 1795 ഉടമ്പടി പ്രകാരം 1795 ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. ഇതെങ്ങനെയാണ് ഒരു ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് ഇത് മേൽക്കോയ്മയൊക്കെ ആയി പോകുന്നത്? അതായത് ആദ്യം ഇവിടെ ഒരു കച്ചവടക്കാരായിട്ട് വന്ന് പതുക്കെ ഇവരെ ബ്രിട്ടീഷുകാർ ഈ പാരിതോഷികങ്ങൾ, മെയിനായിട്ട് മിലിറ്ററി അസിസ്റ്റൻസ്, നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ കയ്യിൽ തോക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകളൊക്കെ ഇവർ കാണുകയും പതുക്കെ മിലിറ്ററി അസിസ്റ്റൻസ് മേടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ മേലിൽ ഇവിടുത്തെ റൂളേഴ്സ് എന്ത് ചെയ്യും? ഡിപ്പെൻഡൻ്റ് ആവും. അവർ ഒരുപാട് ആശ്രയിക്കും മിലിറ്ററി ഫോഴ്സിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട്. അങ്ങനെ വരുമ്പോൾ എന്താ, പതുക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? വേറൊരു ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഈ ആൾക്കാർ തിരുവിതാംകൂർ ഭരണാധികാരികളെയൊക്കെ എന്ത് ചെയ്യും? തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. കേണൽ മെക്കോളെ തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റ് ആയിട്ട് നിയമിക്കപ്പെട്ടു. റെസിഡൻ്റായി. നമ്മൾ ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനത്തെ തെറ്റുകൾ വരാൻ നിങ്ങളത് സാദരം ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. റെസിഡൻ്റായി നിയമിക്കപ്പെട്ടു. ആരാണ്? മെക്കളെ, കേണൽ മെക്കളെ. ആരായിട്ടാ? തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റായിട്ട് നിയമിക്കപ്പെട്ടു. ഈ ഉടമ്പടി 1795 ഉടമ്പടി ഒപ്പുവെച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മ, അതായത് ധർമ്മരാജ കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. നമ്മൾ ഈ വിദേശാധിപത്യം, യൂറോപ്യൻ ആധിപത്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. അതിനകത്ത് കാർത്തിക തിരുനാൾ രാമവർമ്മയെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും. ഓക്കെ. ധർമ്മരാജ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇത് ഒപ്പുവെച്ചത്.
ഇനി ഇതിനെപ്പറ്റി ഈ ഒരു ഉടമ്പടിനെ പറ്റി കൂടിയാലോചന നടത്തിയ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയാണ് രാജ കേശവദാസൻ. കേശവപിള്ള എന്ന് പറയും, രാജ കേശവദാസൻ. നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന ആളാണ് രാജ കേശവദാസൻ. ദിവാൻ എന്ന പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയാണ് ആര്? രാജ കേശവദാസൻ. ഈ ആലപ്പുഴ തുറമുഖം നിർമ്മിച്ചതാരാണ്? രാജ കേശവദാസാണ്. ഇദ്ദേഹത്തിനുള്ള പ്രത്യേക കഴിവൊക്കെ മാനിച്ച് ഈ മോണിങ്ടൺ പ്രഭു രാജ കേശവദാസ് എന്ന പദവി നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേശവപിള്ള എന്നാണ്. എങ്ങനെയാണ് അദ്ദേഹം രാജ കേശവദാസനാകുന്നത്? അദ്ദേഹത്തിന് നൽകിയതാണ് മോണിങ്ടൺ പ്രഭു ഈ ഒരു പട്ടം, ഈ ഒരു ബിരുദം നൽകി. രാജ കേശവദാസ് എന്ന് പറയുന്ന ബിരുദം നൽകി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ബിരുദങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് ബ്രിട്ടീഷുകാർക്ക് അധീനതയിലായി പോകുന്നതാണ് കുറച്ചും കൂടിയും ആർക്ക് നല്ലത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പോകുന്നത്. അത് അൾട്ടിമേറ്റ്ലി ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അവരുടെ അധികാര സീമകളിൽ വരുത്തുന്നൊന്നും ഇവർ ആദ്യം തന്നെ ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പതിയെ പതിയെ എല്ലാ നാട്ടുരാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഭൂരിഭാഗം സ്ഥലങ്ങളും ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ ശക്തിയുടെ കീഴിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഉടമ്പടിയാണ് 1805 ഒരു ഉടമ്പടി. അപ്പോൾ തിരുവിതാംകൂർ ഇംഗ്ലീഷുകാരുടെ സംരക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വിധേയമിത്രമായി, നോക്കൂ ഇത്രയും നാളെ മിലിറ്ററി അസിസ്റ്റൻസ്, അഡ്വാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ സംരക്ഷണമൊക്കെയാണ് മെയിനായിട്ട് സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ നോക്കൂ, ഒരു സാമന്ത രാജ്യം, വിധേയമിത്രം, വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു മിത്രമൊന്നുമില്ല എന്ന് നമുക്കറിയാലോ. അതൊരു എന്താ പറയുക, ഒരു വൈരുദ്ധ്യമാണ്. വിധേയമിത്രമൊന്നുമല്ല. ഇംഗ്ലീഷുകാരുടെ കീഴിലാവാതെ തിരുവിതാംകൂർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ 1805 എന്താണ് ഇവർ തിരുവിതാംകൂർ എന്താണ് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഒരു വിധേയമിത്രമായി. അതായത് തിരുവിതാംകൂർ പ്രതിവർഷം കൊടുക്കേണ്ട കപ്പം 8 ലക്ഷം രൂപയായി ക്ലിപ്തപ്പെടുത്തി, നിജപ്പെടുത്തി. അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരം. നോക്കൂ, മാർത്താണ്ഡവർമ്മ ഒക്കെ പല രീതിയിലുള്ള അതുകളൊക്കെ നടത്തി ഡച്ചുകാരൊക്കെ ഇവിടെ ഓടിച്ചു. പക്ഷേ ഇംഗ്ലീഷുകാരുടെ കാര്യത്തിൽ അത് സാധിച്ചില്ല. തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ, കച്ചവടക്കാർ മാത്രമല്ല ആഭ്യന്തര കാര്യങ്ങളിലും ഭരണത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടാനായിട്ടുള്ള അധികാരം ഇതോടുകൂടി ആർക്ക് ലഭിക്കുകയാണ്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. 1805 ഉടമ്പടി കൂടിയാലോചന നടത്തി രൂപപ്പെടുത്തിയത് വേലുത്തമ്പി ദളവയാണ്. നേരത്തെ ഞാൻ രാജാ കേശവദാസ് കഴിഞ്ഞിട്ടാണ് വേലുത്തമ്പി ദളവ വന്നതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, രാജാ കേശവദാസ് കഴിഞ്ഞതിന് ശേഷമാണ് വേലുത്തമ്പി ദളവ വന്നത്. അതൊന്ന് തിരുത്തിയേക്കാം. ഓക്കെ, തിരുവിതാംകൂർ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സമരം നടത്തിയ ദിവാനാണ് ആര്? വേലുത്തമ്പി ദളവ ഇതിനൊക്കെ എതിരായിരുന്നു. ഈ സമയത്ത് ഉള്ള രാജാവ് തിരുവിതാംകൂർ രാജാവ് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. ഓക്കെ, അപ്പം വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു? സ്വയം ഒരു എതിർപ്പ് ആർക്കെതിരായിട്ട് നടത്താണ്? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് നടക്കുകയാണ്. അപ്പോൾ വേലുത്തമ്പി ദളവനെ പറ്റി നമുക്ക് വളരെ നന്നായിട്ട് പഠിക്കാനുണ്ട്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള നോളജാണ്, ഇതൊന്നും അറിയാതിരിക്കരുത്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിലായിട്ട് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന് വന്നിട്ടുണ്ട്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച, അപ്പോൾ അദ്ദേഹമാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. എന്നാണ്? 1809 ജനുവരി 11 കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1809 ജനുവരി 11 1809 ജനുവരി 11 കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ വേലുത്തമ്പി ദളവയ്ക്ക് പിടിച്ചിക്കാനൊന്നും പറ്റിയില്ല. അദ്ദേഹം അവസാനം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. 1809 മാർച്ച് 23 എന്ന 1809 മാർച്ച് 23 എവിടെയാണ്? മണ്ണടി ക്ഷേത്രത്തിൽ, പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് അവസാനം. ഈ യുദ്ധത്തിനും കലാപത്തിനൊക്കെ അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? മണ്ണടി ക്ഷേത്രത്തിൽ ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പ്രദർശിപ്പിച്ചു. ആ പ്രദർശിപ്പിച്ച സ്ഥലമാണ് കണ്ണൻമൂല. മണ്ണടി എന്ന് എഴുതരുത്, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു സ്ഥലം, തിരുവിതാംകൂറാണ് എന്നാൽ തിരുവനന്തപുരം എന്നോ ഒന്നും എഴുതരുത്. എവിടെയാണ്? കണ്ണൻമൂലയിലാണ്. കണ്ണൻമൂലയായിട്ട് ബന്ധപ്പെട്ട ഒരു നവോത്ഥാന നായകനുണ്ട്, പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടാം. മൃതദേഹം അടക്കം ചെയ്തത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ്. എവിടെയാ മൃതദേഹം അടക്കം ചെയ്ത്? മണ്ണടിയിലാണ് അടക്കം ചെയ്തത്. അദ്ദേഹം മണ്ണടിയിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്, മണ്ണടിയിൽ തന്നെയാണ് അടക്കം ചെയ്തത്. എന്നാൽ പ്രദർശിപ്പിച്ച സ്ഥലം കണ്ണൻമൂലയാണ്. വേണാട് ശാലയിലെ
വേണാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനാണ്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേണ ദിവാനാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം രാജാവ് അല്ലെങ്കിലും നല്ല ഒരു അധികാരത്തിലിരുന്ന നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. വേലുത്തമ്പി ദളവയാണ് വേണാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ. കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. തിരുവിതാംകൂർ സഞ്ചരിക്കുന്ന കോടതിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടല്ലേ. ആളുകൾക്ക് കോടതി ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരാൻ നിൽക്കേണ്ട, കോടതി സഞ്ചരിക്കും. അപ്പം നമ്മുടെ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് അവിടെ പോയി നമ്മുടെ പരാതിയൊക്കെ ബോധ്യപ്പെടുത്തി എന്ത് ചെയ്യാം, നമുക്ക് ന്യായം മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ സഞ്ചരിക്കുന്ന ഒരു കോടതി സ്ഥാപിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൽക്കുളത്താണ്. ഇന്ന് കന്യാകുമാരി അല്ലെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലാണ്, കന്യാകുമാരിയിലെ കൽക്കുളത്താണ്. അന്ന് അത് തിരുവിതാംകൂറിൻ്റെ കീഴിലായിരുന്നു കേട്ടോ. കൽക്കുളത്താണ് ആരുടെ, വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 1809 കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം നടത്തിയ പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാടുകടത്തി. ഓക്കെ, പാലിയത്തച്ഛൻ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ കണ്ടു. പാലിയത്തച്ഛൻ അദ്ദേഹത്തിന് 1809 അദ്ദേഹം കൊച്ചിയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിന് മദ്രാസിലേക്ക് നാടുകടത്തി. ദളവ അങ്ങനെ ജീവിച്ചിരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. വേലുത്തമ്പി ദളവ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് കീഴിൽ പോവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യയാണ് ഉണ്ടായത്. തിരുവിതാംകൂർ പുതിയ ദിവാൻ ആരാ വന്നത്? തിരുവിതാംകൂറിൽ ആര് വന്നു? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ആര് വന്നു? ഉമ്മിണിത്തമ്പി വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിടുകയും രാജ്യത്തിൻ്റെ പ്രതിരോധം ആരേൽപ്പിച്ചു, ബ്രിട്ടീഷ് പട്ടാളത്തിന് നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ബ്രിട്ടീഷുകാരെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എത്ര സംരക്ഷണം നൽകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരിക്കലും ഇന്ത്യക്കാരല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ളവരല്ല, അവർ വിദേശികളാണ്. അവരൊക്കെ അവരുടേതായിട്ടുള്ള മുകളിൽ കമാൻഡേഴ്സ് ഉണ്ട്. അവരുടെ പവേഴ്സ് പറയുന്നത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ തിരുവിതാംകൂർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അല്ലേ. ഒരു പോലീസ് ഫോഴ്സിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ബ്രിട്ടീഷ് പട്ടാളത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളികളോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് കരുതി അത് അവർ അവരുടെ തന്നെ മേലധികാരികളെ അവർ അനുസരിക്കുള്ളൂ. അതല്ലാതെ ഇന്ത്യൻ ഭരണാധികാരികളെയോ ബ്രിട്ടീഷുകാരല്ലാത്ത ആൾക്കാരെയൊന്നും അവരെന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ മേലധികാരികളെ മാത്രമേ അവർ അനുസരിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടും തിരുവിതാംകൂർ എന്ത് ചെയ്തു, ഒരു ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് വന്നു. ഇനി കേണൽ മൺട്രോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ നമ്മളിവിടെ ഓർത്ത് വെക്കണം. കൊച്ചിയിലെ ആദ്യ ബ്രിട്ടീഷ് പ്രസിഡൻ്റ് അല്ല, റെസിഡൻ്റ് ആയി നിയമിതനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? കേണൽ മൺട്രോ. നമ്മളെല്ലാവരും ഹിസ്റ്ററിയിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടാകും. കേണൽ മൺട്രോ ആരാണ്? കൊച്ചിയിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻറ്റ്. നേരത്തെ നമ്മൾ തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻറ്റ് പഠിച്ചുല്ലോ, മെക്കോളയെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ. ഇനി ഇതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യ ദിവാനും കൂടിയാണ് അദ്ദേഹം, കേണൽ മൺട്രോ. അതുപോലെ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ഉമ്മിണിത്തമ്പിക്ക് ശേഷം വന്നത് ആരാണ്? കേണൽ മൺട്രോ ആണ്. അപ്പോൾ കൊച്ചിയിലും അദ്ദേഹം ദിവാനായിട്ട് ഇരുന്നിട്ടുണ്ട്, തിരുവിതാംകൂറിലും ദിവാനായിട്ട് ഇരുന്നിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരാണ്? ഉമ്മിണിത്തമ്പിക്ക് ശേഷം വന്ന കേണൽ മൺട്രോ ആണ്. ഇനി തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദു ആയിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യ അഹിന്ദു ആണ് കേട്ടോ, അഹിന്ദുവായ ദിവാൻ. ഇദ്ദേഹം ഹിന്ദു ആയിരിക്കില്ലല്ലോ, ഇദ്ദേഹം ആരായിരിക്കും? ഇദ്ദേഹം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസിയായിരിക്കും സ്വാഭാവികമായിട്ട് യൂറോപ്യൻസ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് ആരാണ്? കേണൽ മൺട്രോ. ഇനി ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം അദ്ദേഹം ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടപ്പാക്കി. കാര്യക്കാരൻ എന്ന പദവി അദ്ദേഹം തഹസിൽദാർ എന്ന് മാറ്റിയിരുന്നു. നമുക്ക് തഹസിൽദാർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ കാര്യക്കാരൻ എന്നുള്ള ആ ഒരു പദവി അദ്ദേഹം തഹസിൽദാർ എന്ന് മാറ്റി. തിരുവിതാംകൂറിൻ്റെ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ തിരുവിതാംകൂർ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? കേണൽ മൺട്രോ ആണ്. നിങ്ങൾ ഉമ്മിണിത്തമ്പിന്നോ വേലുത്തമ്പി ദളവാന്നോ ഒന്നും എഴുതരുത്. തിരുവിതാംകൂർ അടിമക്കച്ചവടം നിരോധിച്ചു. ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത ഉണ്ടാക്കി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ, നിയമവും അതുപോലെ തന്നെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത ഉണ്ടാക്കി ആര്? കേണൽ മൺട്രോ. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താ? പഴശ്ശി സമരങ്ങളാണ്.
അപ്പോൾ ഈ പഴശ്ശി എന്ന് പറയുന്ന ആൾ നമ്മളുടെ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു കലാപത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് പഴശ്ശി രാജ. പഴശ്ശി സമരങ്ങൾ എന്ന് വരെയാണ് 1793 മുതൽ 1805 വരെ 1793 മുതൽ 1805 വരെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ സമരമാണ്. ബ്രിട്ടീഷുകാർ ഒരുപാട് കാലം വളരെ ബുദ്ധിമുട്ടിലാഴ്ത്തിയ ഒരു ആളാണ് പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകൾ മൂലം വളരെയധികം ബുദ്ധിമുട്ടി. അദ്ദേഹം വളരെ ലോക്കലായിട്ടുള്ള ഫോഴ്സും കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്ത ആളാണ്, കലാപങ്ങൾ നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ തന്നെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഒന്നാം പഴശ്ശി സമരം നടക്കുന്നത് 1793 മുതൽ 1897 വരെയാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാം പഴശ്ശി സമരം നടക്കുന്നത് 1793 മുതൽ 1897 വരെയാണ്. തെറ്റായ നികുതി നയങ്ങളാണ് മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ പഴശ്ശിരാജ കോട്ടയം രാജകുടുംബത്തിൻ്റെ അംഗമാണ്. ഗറില്ല യുദ്ധമുറയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ എടുത്തൊരു യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല യുദ്ധമുറ ആണ്. അതായത് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് പെട്ടെന്ന് വന്ന് ആക്രമിക്കുക. ഇദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ കലാപത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമല, കണ്ണൂരിലുള്ള പുരളിമല ആണ്. ഇപ്പോൾ ഒന്നാം പഴശ്ശി സമരം അവസാനിപ്പിക്കാനായിട്ട് ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ചിറക്കൽ രാജാവ് ഓർക്കുക. ഇനി രണ്ടാം പഴശ്ശി സമരം നടന്നത് 1797 മുതൽ 1805 വരെയാണ്. 1797 മുതൽ 1805 വരെ. അപ്പോൾ ഇതിന് കാരണം എന്താണ്, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഒന്നില്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നയങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ അവരെന്താണ് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് മിക്ക കലാപങ്ങളുടെയും എന്തായിട്ട് നമുക്ക് കാണാൻ പറ്റുക, ഒരു കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. രണ്ടാം പഴശ്ശി സമരം നടക്കുന്നതിന് കാരണം എന്താണ്, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. പഴശ്ശിയുടെ നായർ പടത്തലവനാണ് എടച്ചേന കുങ്കൻ. ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്. ഒരു പ്രാവശ്യം ഇത് ചോദ്യം അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പഴശ്ശിരാജയുടെ നായർ പടത്തലവനാണ് എടച്ചേന കുങ്കൻ. കുറിച്യ നേതാവ് ആരാണ്, തലക്കൽ ചന്തു. കുറിച്യ നേതാവ് ആരാണ്, തലക്കൽ ചന്തു. ബ്രിട്ടീഷ് സൈന്യാധിപൻ, അപ്പോൾ പഴശ്ശിയുടെ പടത്തലവൻ നായർ പടത്തലവൻ എടച്ചേന കുങ്കനാണ്. കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തുവാണ്. ഇനി ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്, ആർതർ വെല്ലസ്ലി. നാടൻ പടയാളികളുടെ സംഘത്തിന് അറിയപ്പെടുന്നത് വേണം കോൽക്കാർ എന്നാണ്. അപ്പോൾ പഴശ്ശിരാജേനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ നായർ പടയും കുറിച്യരും അതുപോലെ തന്നെ നാടൻ പടയാളികളും. അതായത് ലോക്കൽ സപ്പോർട്ടോടുകൂടി ഈ പഴശ്ശിരാജ എന്തെയാണ് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നിൽക്കുന്നതായിട്ടും വളരെ ശക്തമായ ഉപരോധം തീർക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട മല പുരളിമലയാണ്. കാരണം എന്താ, പഴശ്ശിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പുരളിമല. ഈ പഴശ്ശിയെ വധിക്കാൻ ഉത്തരവിട്ട തലശ്ശേരി സബ് കളക്ടർ ആരാണ്, തോമസ് ഹാർവേ ബാബർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. പഴശ്ശിയെ വധിക്കാനായിട്ട് പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരായപ്പോൾ കലാപം അഴിച്ചുവിട്ടപ്പോൾ പഴശ്ശിയെ വധിക്കാനായിട്ട് ബൈലോ ഉത്തരവിട്ട ആളാണ് തലശ്ശേരി സബ് കളക്ടറായിട്ടുള്ള തോമസ് ഹാർവേ ബാബർ. ഇദ്ദേഹം വെടിയേറ്റ് മരിച്ചത് പല സോഴ്സസിലും നമ്മൾ സിനിമയിലൊക്കെ കണ്ട് അദ്ദേഹം സൂയിസൈഡ് എന്തായിട്ടും ഇങ്ങനെ രത്നമയ അദ്ദേഹത്തിൻ്റെ മോതിരത്തുമ്മയുള്ള രത്നം വിഴുങ്ങി മരിക്കുന്നതായിട്ടൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട സോഴ്സുകളിലൊക്കെ കാണുന്നത്. 1805 നവംബർ 30 1805 നവംബർ 30. അപ്പോൾ അതോടുകൂടി പഴശ്ശി സമരം അവസാനിച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലമാണ് മാവിലന്തോട്. വയനാട്ടിലുള്ള മാവിലന്തോടാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലം കേട്ടോ. ഓക്കെ. എന്നാൽ പഴശ്ശി മ്യൂസിയം എവിടെയാണ്, കോഴിക്കോടാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പഴശ്ശി രാജ കൊല്ലപ്പെട്ട സ്ഥലം എവിടെയാണ്, മാവിലന്തോടാണ്, വയനാട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഒക്കെ നമ്മുടെ നോർത്ത് സൈഡ് ഓഫ് കേരളയാണ്. കേരള സിംഹം എന്ന് ആരെ വിളിച്ചു, പഴശ്ശിരാജാന് ഒരു പേര് വിളിച്ചിട്ടുണ്ട്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. അത് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന് പറയുന്ന ഒരു നോവല് എഴുതിയിട്ടുണ്ട്. കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. മാർത്താണ്ഡവർമ്മേനെയാണ് ഇങ്ങനെയൊരു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു നോവല് എഴുതിയിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ആളുടെ പേര് ഓർമ്മ വരുന്നില്ല. പുരളിശീമൻ എന്നാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. പുരളിശീമൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര്.
ഇനി പഴശ്ശി സമരരേഖകൾ എന്ന് പറയുന്ന ഒരു നോവല് എഴുതിയിട്ടുണ്ട്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് KKN കുറുപ്പാണ്. അപ്പോൾ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശി രാജേനെ എങ്ങനെയാണ് റെഫർ ചെയ്തത്, ഏതൊക്കെ പേരിലാന്ന് നോക്കാം. പഴശ്ശിരാജ, കെട്ടിയോള് രാജ എന്നീ പേരുകളിലാണ് അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റുക. ഈ പഴശ്ശി സമര രേഖകൾ എന്ന് പറയുന്ന ഒരു നോവല് നമ്മൾ കണ്ടു, KKN കുറുപ്പാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിമാനും പഴശ്ശിയും P കുഞ്ഞിരാമൻ നായരാണ്. ഇതുപോലത്തെ ബുക്കുകളുടെ പേരുകൾ അത് എഴുതിയാണ് ഓഥറിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക, കാരണം ചോദ്യങ്ങൾ വരാറുണ്ട്. പഴശ്ശി സമര രേഖകൾ, പുള്ളിമാനും പഴശ്ശിയും. ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം, അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഭൗതിക ശരീരം അടക്കം ചെയ്തത് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്ന മാനന്തവാടിയിലാണ്. അപ്പം മാനന്തവാടിയിലാണ് അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടത്. മരിച്ചു വീണത് മാവിലന്തോടാണ്, അടക്കം ചെയ്തത് മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? മാനന്തവാടിയിൽ ആണ്. ഓക്കെ, നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു നോക്കട്ടെ. ഞാനിനി കൂടുതൽ പ്രാവശ്യം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ വളരെയധികം ലെങ്തി ആവും. അത് നിങ്ങൾക്ക് മോട്ടിവേഷൻ കളയുന്നൊരു കാര്യം കൂടിയാണ് പല സമയങ്ങളിലും. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തത് എന്താണ്? കുറിച്യരുടെ എന്താണ് കലാപം. 1812 മാർച്ച് 25. അപ്പോൾ 1805 പഴശ്ശിരാജ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് കുറിച്യരുടെ കലാപം. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് തുടങ്ങുന്നത്. 1812 മാർച്ച് 25 തുടങ്ങുന്നത്. മലബാറിൽ പുതിയ കളക്ടറായ തോമസ് വാർഡൻ കുറിച്യർക്ക് മേലെ നികുതി പരിഷ്കാരം കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ ഒരു തെറ്റുണ്ട്, സോറി. അപ്പോൾ കുറിച്യർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ കുറിച്യർക്ക് മുകളിൽ എന്താണ് ഒരു നികുതി പരിഷ്കരണം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അപ്പം അത് ആർക്ക് പറ്റിയില്ല? കുറിച്യർക്ക് പറ്റിയില്ല. കുറിച്യർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നികുതി അടയ്ക്കാനായിട്ട്. പൊതുവേ ബ്രിട്ടീഷുകാർക്കായിട്ടുള്ള എതിരായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കലാപത്തിനുള്ള കാരണമാണ് അവരുടെ ഈ നികുതി നയം. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൈസ കുറേ കൊണ്ടുപോകണം, ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ട് എല്ലാ പ്രോഫിറ്റും വേണം. 100% പ്രോഫിറ്റാണ് അവർക്ക് വേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇവർക്ക് പൈസ വേണമെങ്കിൽ ഇവർക്ക് നികുതി അടച്ചാലും തന്നെ ഇവർ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ റിസോഴ്സസ് റിച്ച് ആക്കുന്ന ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താണ്, ഇവർക്ക് ടാക്സ് വേണം, അത്രേ ഉള്ളൂ. ഇനി ആദിവാസികൾ നടത്തിയ സായുധ കലാപമാണിത്. കുറിച്യരുടെ കലാപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദിവാസികളാണ് ഇതിന് മെയിനായിട്ട് മുൻകൈ എടുക്കുന്നത്. കുറുമ്പ ആദിവാസി സമൂഹവും ഇതിനകത്ത് പങ്കെടുക്കുന്നതായിട്ട്. കുറുമ്പ ആദിവാസി സമൂഹം എവിടെയാണ്? വയനാട്ടിലാണ് അവർ മെയിനായിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിൽ നമുക്ക് കാണാം ഈ കുറിച്യരുടെ കലാപത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കലാപ കേന്ദ്രമാണ് വയനാട് എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയാണ് രാമൻ നമ്പി. തലക്കൽ ചന്തു എന്നുള്ള പേരിനോട് ഇത് മാറിപ്പോവരുത് കേട്ടോ. സാമ്യമില്ലെങ്കിലും തന്നെ നമ്മൾ കുറിച്യരുടെ കലാപത്തിലുള്ള ആളുകളുടെ പേരും പഴശ്ശിയുടെ കലാപത്തിൽ നേതൃത്വം വഹിച്ച ആളുകളുടെ പേരും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറിച്യരുടെ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? രാമൻ തമ്പിയാണ്. മറ്റു നേതാക്കളാണ് പ്ലാക്കൽ ചന്തു, ആയിരംവീട്ടിൽ കോന്തപ്പൻ, മെൺകോൾ കേളു. PSCയുടെ മറ്റൊരു ട്രെൻഡ് എന്താണെന്നറിയാമോ? ഒരുപാട് നാളായിട്ട് ചോദിക്കാത്ത, പണ്ട് ചോദിച്ചിരുന്ന ചോദ്യങ്ങളൊക്കെ രണ്ടാമത് ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കുറേ നാളുകൾ ഈ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇങ്ങനെ ഇതൊക്കെ ചോദിച്ച് ഈ മറ്റ് നേതാക്കൾ കുറിച്യ കലാപത്തിൽ പെടുന്ന നേതാക്കൾ പെടാത്തത് ഏത്, പെടുന്നത് ഏത് എന്നുള്ള ചോദ്യമൊക്കെ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇപ്പം കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിൽ ഈ പണ്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇപ്പം രണ്ടാമത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വക മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനത്തെ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പ്ലാക്ക ചന്തു, ആയിരംവീട്ടിൽ കോന്തപ്പൻ, മെൺകോൾ കേളു. ഇവർ പറഞ്ഞൊരു മുദ്രാവാക്യം നോക്കൂ: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കൂ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ടത്. കുറിച്യരുടെ കലാപത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ്. വട്ടത്തൊപ്പിക്കാരെന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അവർ ഈ എന്താ പറയുക, അവർ ധരിക്കുന്ന തൊപ്പി, അതിനാണ് അവർ റെഫർ ചെയ്യുന്നത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കൂ. 1812 മെയ് 1 എന്താ സംഭവിക്കുന്നത്? രാമൻ നമ്പിയെ കൊലപ്പെടുത്തി കേളുവിനെ തൂക്കിലേറ്റി. വളരെ വളരെ എന്താ പറയുക, വളരെ ശക്തമായൊരു കലാപം, വളരെ ശക്തമായ ഒരു എന്താ പറയുക കലാപമാണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസാണ്, പ്രതിരോധമാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ആര് തീർത്തത്? ഈ കുറിച്യർ തീർത്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കുറച്ച് സമയം എടുത്തു ഇവരെ ഒന്ന് അമർച്ച ചെയ്യാൻ, അടിച്ചമർത്താനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഈ രാമൻ നമ്പീനെ അവർ കൊലപ്പെടുത്തി. കേളുവിനെ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. വെൺകോൽ കേളു കണ്ടോ, അദ്ദേഹത്തിനെ തൂക്കിലേറ്റി. ഇനി TH ബാബർ പറയുന്നത് എന്താണ്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായാണ്. അപ്പോൾ ഈ കുറിച്യർക്കൊക്കെ ഈ യുദ്ധം നടക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫി വളരെ നന്നായിട്ട് അറിയാം. എവിടെയാണ് മല, എവിടെ നിന്നാലാണ് ഇന്ന സ്ഥലത്തേക്ക് കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടുക. അപ്പം ഈ ഒളിപ്പോര് പോലത്തെ ഉള്ള യുദ്ധമുറകളാണ് ഇവർ സ്വീകരിച്ചത്. ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്യുക,
നമുക്ക് തോക്കുകൊണ്ട് വെടിവെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എയിം കാണണമല്ലേ, ഇത് എവിടെ നിന്ന് അത് വന്നേ എന്ന് നമുക്ക് കാണാൻ വേണം. എന്നാൽ ഒളിഞ്ഞു നിന്ന ഒരാൾ അമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ തോക്കുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അതേപോലത്തെ ഒരു അവസ്ഥയാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ടി എച്ച് ബാബർ പറയാണ്, 1 മാസം കൂടി ഇവർക്ക് നമ്മുടെ എതിരായിട്ട് ഇതുപോലെ കലാപം നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ രാജ്യം തന്നെ വിട്ടു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനത്തെ കോട്ടുകൾ വരുമ്പോൾ, ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഇതിന്ന് ചെറിയൊരു വ്യത്യാസത്തിൽ എന്ത് ചെയ്യാം, വേറൊരു കോട്ട് വേറൊരാൾ പറഞ്ഞത് ഉണ്ടാവാം. അതുകൊണ്ട് ഈ കഴിഞ്ഞ LSGAയുടെ മെയിൻസിൻ്റെ പേപ്പർ 1 ഇങ്ങനത്തെ കോട്ട്, ഈ കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ പറഞ്ഞത് തെറ്റായത് ഏത് എന്ന് പറഞ്ഞിട്ട് 4 കോട്ടുകൾ തന്നിട്ടുണ്ടായിരുന്നു. തെറ്റായത് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കോട്ടുകൾ പഠിക്കേണ്ടതും വളരെ വളരെ പ്രധാനപ്പെട്ടത് ആണ്. നമുക്ക് ഇനി അടുത്ത അതിനകത്തേക്ക് പോവാം. ഓക്കെ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഫ്രഞ്ചുകാർ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇടുന്നില്ല. വളരെ കുറച്ച് പോയിന്റുകളെ പ്രധാനപ്പെട്ടതായിട്ട് അവർ നമുക്ക് പഠിക്കാനുള്ളൂ. വ്യാപാരത്തിന് തന്നെ ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യർ ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് 1664 ഓർത്ത് വയ്ക്കുക. പ്രധാന ഫ്രഞ്ച് താവളങ്ങളാണ് മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. നമ്മൾ പ്രധാന പോർച്ചുഗീസ് താവളങ്ങൾ കേരളത്തിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്നത് പഠിച്ചു അല്ലേ? അതേതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു. ഓക്കെ, ഇത് എന്നാൽ പോണ്ടിച്ചേരിയൊക്കെ എന്താ? ഫ്രഞ്ച് താവളങ്ങളാണ്, അത് ഓർക്കുക. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം മാഹി അഥവാ മയ്യാണിയാണ്. മാഹി എന്തിൻ്റെ കീഴിലാണ്? നമ്മളിപ്പോൾ പറയില്ലേ, ഏത് യൂണിയൻ ടെറിട്ടറിയിൽ പെടുന്നതാണ് മാഹി? നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാഹി ഏത് യൂണിയൻ ടെറിട്ടറിയിൽ പെടുന്നതാണ്? മാഹി കേരളത്തിലാണ്, എന്നാൽ കേരളത്തിൻ്റെ ഭാഗമല്ല, അത് യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണ്. ഏത് യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് കമൻറ്റ് ബോക്സിൽ ഇടാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് ഉത്തരം അറിയില്ലെങ്കിലും നിങ്ങളത് തേടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ തേടി ഒരു കാര്യം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളത് ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ പേരിലാണ്. പിന്നെ ഇതിൽ കൂടുതൽ, ഇപ്പം ഞാൻ പറയുന്നതിലും കൂടുതൽ പോയിൻറ്റ്സ് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യാതെ, അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വിവരവും കൂടുന്നതും അത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ഉറക്കുകയും ചെയ്യുന്നത് കേട്ടോ. 1724 മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി കോട്ട നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1725 കടത്തനാട് രാജാവിൽ നിന്ന് മാഹി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തു. അപ്പോൾ മാഹി ഒരു പ്രധാനപ്പെട്ട ഫ്രഞ്ച് കേന്ദ്രമായിരുന്നു. അത് 1725 വരെ ആരുടെ കീഴിലായിരുന്നു? കടത്തനാട് രാജാവിൻ്റെ പക്കലായിരുന്നു. അവിടെ നിന്ന് ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തു. മയ്യഴിയുടെ വിമോചനത്തിന് നേതൃത്വം നൽകിയത് AK കുമാരൻ മാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? AK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴിയിലെ കോൺഗ്രസ്സുകാർ മയ്യഴി സ്വാതന്ത്ര്യത്തിനായി രൂപം നൽകിയ സംഘടനയാണ് മയ്യഴി മഹാജനസഭ. 1945 മയ്യഴി മഹാജനസഭ കോൺഗ്രസ്സുകാർ ചേർന്ന്, അവിടുത്തെ മയ്യഴിയിലെ കോൺഗ്രസ്സുകാർ ചേർന്ന് മയ്യഴി സ്വാതന്ത്ര്യത്തിനായിട്ട് രൂപീകരിച്ചത്. 1945 മയ്യഴി മഹാസഭ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് ഏത് വർഷമാണ്? 1954. പോർച്ചുഗീസുകാർ എന്നാണ് ഇന്ത്യ വിട്ടുപോയതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ സീരീസിൻ്റെ ആദ്യത്തെ ക്ലാസ്സായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, തീർച്ചയായും അവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുകളിൽ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ചത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. എന്തെങ്കിലും കൂടുതലായിട്ടുള്ള വിവരങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയുന്നതും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിനി ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചിട്ടുള്ള NCERT +1 +2 ടെക്സ്റ്റ് ബുക്കുകളും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ ലൈവായിട്ട് ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യണം? തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏകദേശം 1 മണിക്കൂറായില്ലേ, എനിക്ക് വീഴ്ച നീട്ടുന്നില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.